ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് മറ്റൊന്നായിരുന്നു. സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ വഴിവെക്കുന്ന തരത്തിൽ അല്പം അയഞ്ഞ നിലപാട് സ്വീകരിച്ചത് നമുക്ക് വ്യക്തമാണ്. ഇവിടം കൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ല. ആൾക്കൂട്ട വിചാരണയ്ക്ക് നേതൃത്വം നൽകിയ ബജ്രംഗ്ദൾ നേതാവിനും പ്രവർത്തകർക്കുമെതിരെ എന്ത് നിയമ നടപടി ഉണ്ടാകുമെന്നത് ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, നേരത്തെ ചുമത്തിയ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കർശനമായ വകുപ്പുകളിൽ ഇളവുണ്ടാകുമോ എന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങള് BJPക്ക് മധുരം കൊടുക്കാത്തത് ഞങ്ങളുടെ ഇരട്ടത്താപ്പ് കാരണമല്ല, അവരുടെ ഇരട്ടത്താപ്പ് കാരണം. അവര് മുയലിനൊപ്പം ഓടുകയും അവര് വേട്ടനായിക്കൊപ്പം ഇരപിടിക്കുകയും ചെയ്യുന്നവരാണ് അവര് ഇപ്പൊ പറഞ്ഞ കേരളത്തിൽ നിന്ന് കുറച്ച് BJPക്കാർ വന്നു. ഛത്തീസ്ഗഡിലെ BJPയുടെ നിലപാട് എന്താണ്? ഛത്തീസ്ഗഡിലെ BJPയുടെ നിലപാട് എന്താണ്? അവർ വരച്ചു വെച്ചിരിക്കുന്ന രൂപം കണ്ടോ? അതായത് രണ്ട് കന്യാസ്ത്രീകളെ കൊലപാതകികളായിട്ട്